ഇവനെ വെച്ചത് എങ്ങനെ മുന്നോട്ട്? അതെ, അവനൊരു ചുമതലയില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ആ വിവരം കേട്ട വേണ്ടേ വേണ്ട. ഇടിച്ചാ മോന്തപ്പറിച്ചോളെ. ഇവന്റെ ഒരു കാര്യം. അവനത് ഇത്രയും തലക്കാനം, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചേട്ടായിയേ, വന്നിട്ട് മുനിരത്നത്തിന്റെ മോനല്ലേ ഇത്? അതെ. മോന് കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഓ അത് ശരി. വരുന്ന ജനുവരി 12-നാ. ആയിക്കോട്ടെ. ആശാനെ, ആശാൻ വന്ന് താലെടുത്ത് തന്നിട്ട് വേണം എനിക്ക് കേട്ടോ. അതിനെന്താടാ, ഞാൻ വരില്ലടാ. ഇന്നാടാ ഇത് പിടിച്ചേ. അല്ല, പെണ്ണ ഏതാണ്? സ്വന്തം ചേട്ടന്റെ മോളാ. ഭാര്യയെന്നും പറഞ്ഞ് ഒരുത്തി വന്നാലല്ലേ ഈ കുട്ടികളിയൊക്കെ നിൽക്കൂ. ഇനി അവൻ അടങ്ങാതിരിക്കാൻ പറ്റുമോ? നീ ജോലി ചെയ്യുന്ന ഹാർബറില്ലേ, നിന്നെ സ്ഥിരപ്പെടുത്തുന്ന കാര്യം സംസാരിച്ചപ്പോഴേ ഞാനും നിന്റെ പേര് തന്നെയാടാ പറഞ്ഞേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ തെമ്മാടികളോടൊപ്പം ചേർന്ന് വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാക്കാതെ കല്യാണം കഴിച്ച് കുടുംബം നോക്കി മര്യാദ നടക്കണം കേട്ടാ. നിന്നെ വളർത്താൻ വേണ്ടി തള്ള ഒരുപാട് കഷ്ടപ്പെട്ടതാ. ശരി ആശാനെ, ആശാൻ വന്നാലേ എനിക്ക്. ഞാൻ വരാതിരിക്കോ? ഞാൻ വരാടാ, നീ പോയിക്കോ. എല്ലാരും വരണം കേട്ടോ, മറക്കല്ലേ. എല്ലാരും കൊണ്ടുവരാം. ശരി, വരട്ടെ. ഇങ്ങിതാ മോനെ, ചെന്നിട്ട് പള്ളി പോണ്ടതാ. നീ തിളച്ചു കയറുന്നുണ്ട്. ഇത്രയും സമയമായിട്ട് അവൻ. നീ വന്നേ, നമുക്ക് അവിടെ പോയി നോക്കാം. അതെന്തായാലും വേണ്ട ആശാനെ, അവന്റെ വീടിന്റെ പടി നമ്മൾ ചവിട്ടണമെന്നാ. ആഹാ, ഞാനല്ലേ എല്ലായിടത്തും തലേ വെച്ചേ. നീ ഇവിടെ അടയിരിക്കും, ചെവിക്കലിന് അടി കൊടുത്ത് ഞാൻ വിളിച്ചോണ്ട് വരാം. ആശാനെ വേണ്ട, പറയുന്ന ഒന്ന് കേക്ക്. എന്നെ വാശി ആശാനെ. വീട്ടിൽ പോകാൻ നോക്ക്. ആശാൻ ഇങ്ങോട്ട് കേറിക്കേ. ആശാൻ കേറ്. ചേട്ടായി എന്നാ വിടറ. ആശാനെ, ആശാൻ ഇങ്ങനെ എന്റെ സൈക്കിളിൽ വരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആശാനെ. ബോക്സിംഗിൽ ആശാനാണ് കേമൻ, വേറെ ആരുമല്ലെന്നേ. ആശാന്റെ ഓരോ വിദ്യകളും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആശാനെ. രണ്ടാമത്തെ റൗണ്ടിൽ ആ ദൊരയെ ഇടിച്ച് അവന്റെ മൂക്കിൽ കൂടെ ചോര വന്നപ്പോഴേ ആശാൻ താന്നു കൊടുത്തില്ലേ ആശാനെ. ആശാന്റെ മനസ്സ് എന്തൊരു നല്ല മനസ്സാ. പിന്നെ മസിലുള്ള വേറൊരു പയ്യൻസ് ആ ശേഖരനെ നോക്കൌട്ട് ചെയ്തിട്ട് 2 കൈ വെച്ചോണ്ട് ഇങ്ങനെ നിന്നില്ലായിരുന്നോ? അയ്യോ, എന്തൊരു സ്റ്റൈലായിരുന്നു ആശാനെ അത്. ആശാൻ വിദേശത്തെക്കാളും ജനിച്ചിരുന്നെങ്കിലേ മുഹമ്മദ് അലിയൊക്കെ അടിച്ച് എപ്പോഴേ ഒതുക്കിയേനെ അല്ലേ. സത്യമായിട്ടും പറയാം ആശാനെ, എന്റെ അമ്മ സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ ആശാന്റെ കൂടെ ഏത് നേരം. ഒന്നുമില്ല ആശാനെ, ഞാൻ വേഗം പോവാം. രാമ, എന്താണ് ഇത്? ഇതൊക്കെ ആരാടാ? ആഹാ, രംഗനോ, വാ വന്നിരിക്കുവാ. എടാ മുത്ത്, എന്താണ് ഇവിടെ നടക്കുന്നത്? മിലിറ്ററി ഫൈറ്ററാണ്, ബംഗളൂരിൽ നിന്ന് വന്ന് കോച്ചിങ് കൊടുക്കുക. വെറുതെ 2 ദിവസത്തേക്ക് മാത്രം. എന്തിനാ വെറുതെ വളച്ചിട്ടേക്ക് പറയുന്നത്? എന്തായാലും ഇയാൾ അറിയാതെ ചെയ്യാൻ പറ്റുമോ? ആശാനെ, രാമന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അത്ര പോരാന്ന് തോന്നി. അതുകൊണ്ടാണ് മിലിറ്ററി കോച്ചിനെ കൊണ്ടുവന്ന് പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ല ആശാനെ, ആശാൻ പറഞ്ഞിട്ടില്ലേ മീരാൻ കളത്തിലിറങ്ങിയത്. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ആശാന്റെ അടവെല്ലാം അവർ പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലേ. അതുകൊണ്ട് പുതിയതെന്തെങ്കിലും. അപ്പൊ ഞാനൊരു പഴഞ്ചനല്ലേ? ആശാനെ, കളിയൊക്കെ മാറിപ്പോയി. എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആരോടാ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുന്നത്? നീ ആരടാ? മിണ്ടായിരിക്കടാ. ഇവനൊക്കെ ആരാടാ അകത്തോട് കയറ്റിവിട്ടത്? മേലാൽ ഇതിനകത്ത് കേറി പോയേക്കരുത്. ഇറങ്ങിപ്പോടാ. പരമ്പരയുടെ കാര്യത്തിൽ നീ തലയിട്ടാലുണ്ടല്ലോ, ഇടി കൊണ്ട് ചളങ്ങിപ്പോ. രാമ, മാന്യമായിട്ട് സംസാരിക്കും. എന്താ? അതെ, നിങ്ങൾ പാരമ്പര്യത്തെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. പാത്തി താത്തിക്കോ കേട്ടോ. എന്താ ഞാൻ സംസാരിക്കാൻ പാടില്ലെന്നോ? അന്ന് ആ ജോർജ് സാഹിബിനെ പേടിച്ച് എല്ലാരും ഒളിച്ചോടിയപ്പോ എന്റെ ചേട്ടൻ മുനുസ്വാമി മാത്രമായിരുന്നു അയാളോട് മത്സരിച്ച് ഈ കളത്തിൽ ചത്തു വീണത്. ഞാൻ സംസാരിക്കാൻ പാടില്ലെന്ന്? എന്റെ ചേട്ടൻ ചത്തപ്പോ സന്തോഷിച്ച കൂട്ടറാണോ നീയൊക്കെ? അപ്പൊ ഞങ്ങൾക്കൊന്ന് ഒതുങ്ങേണ്ടി വന്നു. ഇപ്പൊ കാറ്റ് ഞങ്ങളുടെ ഭാഗത്തേക്ക് വീശാൻ തുടങ്ങി. അത് ഈ ആശ വന്ന് തടയാൻ നോക്കുന്നു. നന്നായിട്ടല്ലേ ചെയ്യുന്നത്? അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് ഇപ്പൊ നരേന്ദ്രനെ കൊല്ലാൻ നോക്കല്ലായിരുന്നു ഇയാള്. തനിക ചരിത്രം ഒന്നും മാറ്റി എഴുതരുത്. തന്റെ ചേട്ടൻ അങ്ങനെ ആയെന്നും പറഞ്ഞ് അതേ ചാർജില് റീഫൈറ്റ് ചോദിച്ച് അതേ റിങ്ങില് അടിച്ച് ജയിച്ചവനാ എന്റെ ആശ.